ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായി ഹിന്ദിയിലെ ആദ്യത്തെ പാഠമൊക്കെ നിങ്ങളിപ്പോൾ വായിച്ചു പഠിച്ചിട്ടുണ്ടാവല്ലേ. ഇനി ഹിന്ദി അറിയാൻ വയ്യ, ഹിന്ദി വായിക്കാൻ അറിയില്ല, ഹിന്ദി അക്ഷരം അറിയില്ല, അല്ലെങ്കിൽ ഹിന്ദി അക്ഷരങ്ങളുടെ അർത്ഥം അറിയില്ല എന്നിവരാരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഹിന്ദിയുടെ ഈ നീലി ചിടിയ എന്ന പാഠഭാഗത്തെ എല്ലാ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ നോക്കൂ, നീലി ചിടിയ. ഇത് ഞാണ് അക്ഷരം, തില്ലായാണ് ചാഡായ. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ നീ ലീ ചി ഡി യ. അപ്പൊ നീലി ചിടിയ. നീലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലുള്ള പോലെ തന്നെ ഇതാണ് ഞാ, നീ. ഇത് ഞാ നമ്മൾ ഇങ്ങനെ ഒന്നിട്ടാൽ നീന്നായി. ഓക്കെ, പിന്നെ ല ല. ഓക്കെ, ലാക്ക് ഇങ്ങനെ ഇട്ടു, അപ്പോൾ നീലി. ഓക്കെ, നീലി. നീലി ചിടിയ. ഇതെന്താ വായിക്കുക മലയാളത്തിൽ ച. ചാക്ക് ഇങ്ങനെ ഇട്ട ചി. പിന്നെ ഇത് ഡ ആണ്, ഇങ്ങനെ ഒരു വള്ളി ഇട്ടു ഡി. ചിടിയ. അപ്പൊ നീലി ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല പക്ഷി എന്നാണ്. ഇപ്പം ബ്ലൂ കളർ നമ്മൾ കേട്ടല്ലോ. അപ്പൊ നീലി എന്ന് പറഞ്ഞാൽ എന്താണ്? നീല. ഓക്കെ, ബ്ലൂ എന്നാണ് അർത്ഥം. ഓക്കെ, നീലി നീല. നീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളർ. ഓക്കെ, ചിടിയ എന്ന് പറഞ്ഞാൽ എന്താ? ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി, ബേർഡ്. അപ്പൊ നീലി ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല പക്ഷി, ബ്ലൂ ബേർഡ്. ഓക്കെ, അപ്പൊ ഹെഡിങ് മനസ്സിലായല്ലോ, നീലി ചിടിയ. നമ്മൾ ഒരു പോയമാണല്ലേ പഠിക്കുന്നത്. ഈ പോയം എഴുതിയ ഒരാളുണ്ട്. ആളെ പേരെന്താണ്? ഇവിടെ ചെറിയതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഹരിവംശറായ് ബച്ചൻ. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ കവിതയുടെ പേരെന്താണ്? നീലി ചിടിയ. നീലി ചിടിയ. നീലി ചിടിയ. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ വരി ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ആദ്യത്തെ വരി? നീലെ ആസ്മാൻ സെ ഉധരി. നീലെ ആസ്മാൻ സെ ഉധരി. നീല എന്ന് പറഞ്ഞാൽ നമ്മൾ നീലി എന്ന് പറഞ്ഞു നേരത്തെ. അപ്പം നീല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. എന്താണ്? നീല. ആസ്മാൻ എന്ന് പറഞ്ഞല്ലോ, ആ സ് മാ. ആ, ഇത് സായാണ്, ഇത് മായാണ്, ഇത് ഞായാണ്. ഇത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ആസ്മാൻ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സ്കൈ, ഇംഗ്ലീഷിൽ സ്കൈ. അപ്പോൾ നീലി ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീല ആകാശം. ആകാശത്തിൻ്റെ കളർ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? ബ്ലൂ കളറാണല്ലേ. അപ്പം നീലെ ആസ്മാൻ എന്ന് പറഞ്ഞാൽ നീലാകാശം. ഇനി അടുത്തത് സേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന്, സേ ആകാശത്തിൽ നിന്നും, അങ്ങനെ. നീലെ ആസ്മാൻ സെ ഉദരി. ഉദരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങുക. ഉദരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങുക. ഊ ആണ് ഇങ്ങനെ എഴുതുക, താ ഡി. ഉദരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങുക. അപ്പൊ ആദ്യത്തെ നീലെ ആസ്മാൻ സെ ഉദരി. അപ്പൊ നീല ആകാശത്ത് നിന്നും, നീല നിറമുള്ള ആകാശത്തു നിന്നും ഇറങ്ങി. ഉദരി എന്ന് പറഞ്ഞാൽ ഇറങ്ങി. ആരാണ് ഇറങ്ങിയത്? നീലി ഏക്ക് നിരാലി ചിടിയ. നീലി, അവിടെയും നീലയാണ്. നീലി എന്ന് പറഞ്ഞാൽ എന്താണ്? നീല. ഏക്ക്, ഏക്ക് എല്ലാവർക്കും അറിയാലോ. ഏക്ക്, ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന്, അല്ലെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ വൺ. നീലി ഏക്ക് എന്ന് പറഞ്ഞാൽ നീല. എന്താണ് ഇറങ്ങിയത്? ഒരു നിരാലി. നിരാലി എന്ന് പറഞ്ഞാൽ എന്താണ്? അപൂർവമായ. നിരാലി എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വാക്കാണ്. ഞാ, നീ, ഇതെന്താണ്? രായാണ്. നിരാലി. നിരാലി എന്ന് പറഞ്ഞാൽ അപൂർവമായ, അല്ലെങ്കിൽ വ്യത്യസ്തമായ. ചിടിയ. ചിടിയ നമ്മൾ പറഞ്ഞു
ബേർഡ് പക്ഷി. അപ്പോൾ നീലി ആസ്മാൻ സെ ഉതരി, നീല ആകാശത്ത് നിന്നും ആരാണ് ഇറങ്ങി വന്നത്? നീല എക്ക് നിരാലാ ചിടിയ, ഒരു അതുല്യമായ അല്ലെങ്കിൽ അപൂർവമായ ഒരു സവിശേഷതകളുള്ള ഒരു നീല പക്ഷി ഇറങ്ങി. ഇനി അടുത്ത എന്താണ്? ഗാത്തി. ഗാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാത്തി ഗാന. എന്താണ് ഗാത്തി ഗാന എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? പാടുന്ന. ഗാത്തി ഉടുത്തി വാലി ചിടിയ, എങ്ങനെയുള്ള ചിടിയാണ്? ഗാത്തി ഇതാണ് ഗാത്തി. ഗാത്തി എന്ന് പറയുന്ന പാടുന്ന. പിന്നെ എങ്ങനെയുള്ളത്? ഉടിനെ. ഉടിനെ എന്ന് പറയുന്നത് എന്താണ്? പറക്കുന്ന. ഉടിന എന്ന് പറഞ്ഞ പക്ഷി എന്താ ചെയ്യുക? പറക്കല്ലേ ചെയ്യുക. അപ്പോൾ ഊ ആണിത്. ഉടിന് എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുന്ന. അപ്പൊ എങ്ങനെയുള്ള പക്ഷിയാണ്? നിരാലി പക്ഷി എന്ന് പറഞ്ഞു. നിരാലി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തം ആയ അല്ലെങ്കിൽ അപൂർവമായ. എന്തൊക്കെ വ്യത്യസ്തത ആണുള്ളത്? ഒന്ന് ഗാത്തി, പാട്ടുപാടും. ഉടിനെ, പറന്നുയരും. വാലി ചിരിയ. ഓക്കെ. ഇനിയോ? ഗാത്തി ഉടിനെ വാലി ചിരിയ, പാടി പറന്ന് ഉയരുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിരിയ, അത് നേരെ തിരിച്ചിട്ടതാ. ഉടുത്തി എന്ന് പറഞ്ഞാൽ ഉയർന്ന് പാടി പറക്കുന്ന പക്ഷി. ഓക്കെ. അപ്പം ആദ്യത്തെ 4 ലൈനിൽ നമ്മൾ പഠിച്ചു. ഗാത്തി ഉടനെ വാലി ചിടിയ, പാട്ടു പാടിക്കൊണ്ട് പറക്കുന്ന പക്ഷി. ഉടുത്തി ഗാനെ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ പറന്നുകൊണ്ട് പാട്ട് പാടുന്ന പക്ഷി. ഓക്കെ. ഇനി നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു നീലെ. നീല എന്ന് പറഞ്ഞാൽ എന്താ? നീല നിറമുള്ള. ആസ്മാൻ ആകാശം. സേ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്നും എന്നുള്ള അർത്ഥമാണ്. ഉദരി. ഉദരി എന്ന് പറഞ്ഞാൽ എന്താ? ഇറങ്ങി വന്ന. നീലി നീല നിറമുള്ള. ഏക്ക്. ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന്. നിരാലി എന്ന് പറഞ്ഞാൽ സവിശേഷമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി. ഗാത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഗാത്തി ഉടനെ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ ഗാത്തി എന്ന് പറഞ്ഞാൽ പാടുന്ന. ഉടനെ വാലി എന്ന് പറഞ്ഞാൽ പറക്കുന്ന. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. അടുത്ത വരി ഏതായിരുന്നു? ഉടുത്തി ഗാനെ വാലി ചിടിയ. ഉടുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പറക്കുന്ന. ഗാനെ വാലി എന്ന് പറഞ്ഞാൽ പാടുന്ന. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ഇപ്പം നിരാലി പക്ഷിയാണ്. അപൂർവമായ വ്യത്യസ്തതയുള്ള പക്ഷിയാണ്. എന്തൊക്കെയാണ് അപൂർവത? ഉടുത്തി ഗാനെ വാലി, അതേപോലെ ഗാത്തി ഉടനെ വാലി. പാടി പറക്കുന്നു, ഉയർന്ന് പാടി പറക്കുന്നു പക്ഷിയാണ് ഇത്. അപ്പോൾ ആദ്യത്തെ 4 വരികൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? കവിതയുടെ പേര് നീലി ചിടിയ. ആരാണ് എഴുതിയത്? ഹരിവംശറായ് ബച്ചൻ. ഓക്കെ. നീലെ ആസ്മാൻ സേ ഉദരി. നീലെ ആസ്മാൻ സേ ഉദരി. नीली एक निराली चिड़िया. गाता उड़ने वाली चिड़िया, ഉടുത്തി ഗാനെ വാലി ചിടിയ. ഓക്കെ. അടുത്ത 4 വരി നമുക്ക് വായിക്കാം. ഇസ്. ഇസ് എങ്ങനെ എഴുതാ? ഈ ഇതാണ്, സ ഇതാണ്. ഓക്കെ. ഇസ്. ഇസ് ഫുൻഗി. ഫു. ഫു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇത്. ഫ. ഫു ന ഗി. ഫുൻഗി. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്, ഈ കൊമ്പ്. ഫൂൻകി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പ്. ഇസ് എന്ന് പറഞ്ഞാൽ ഇത്. ഫൂൻകി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പ്, മരക്കൊമ്പ്. സേ. സേ എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിൽ നിന്നും. ഉസ് ഫുൻകി പർ, മറ്റേ കൊമ്പിലേക്ക്. ഉഡ്കർ. 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 ഊ ആണിത്. ഡ ക ർ. ഇത് കൂട്ടി വായിക്കുക എന്താണ്? ഉഡ്കർ. ഉഡ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഡ്കർ എന്ന് പറഞ്ഞാൽ പറക്കുന്ന. ഓക്കെ.
ജാനെ വാലി, ജാനെ വാലി, ജാനെ, ജാനെ വാലി എന്ന് പറയുന്ന എന്താണ്? പോകുന്ന, പോകുന്ന. ചിടിയ, പക്ഷി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈസ് ഫുൻഗീസെ, ഈ കൊമ്പത്ത് നിന്നും, ഉസ് ഫുൻഗി പർ, ആ കൊമ്പത്തേക്ക്, ഉടുക്കർ, ഉടുക്കർ, ഉടുക്കർ എന്ന് പറഞ്ഞാൽ പറക്കുന്ന, ജാനെ വാലി, പറന്നു പോകുന്ന, ചിടിയ, പക്ഷി. ഈസ് ഫുൻഗീസെ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ. അപ്പൊ ഇസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ, ഇത് എന്നുള്ള അർത്ഥമാണ്. ഇസ് എന്ന് പറഞ്ഞാൽ ഇത്. നമ്മൾ ദിസ് ഇംഗ്ലീഷിൽ ദിസ് എന്ന് പറയില്ല, ആ മീനിങ് ആണ് ഇസ് എന്ന് പറഞ്ഞാലുള്ളത്. ഇസ് എന്ന് പറഞ്ഞാൽ ഇത്, ഈ. ഫുൻഗി എന്ന് പറഞ്ഞാല് മരക്കൊമ്പിന്റെ അറ്റം, ചില്ല. സേ എന്ന് പറഞ്ഞാൽ എന്താണ്? മരക്കൊമ്പിൽ നിന്നും. ഉസ് എന്ന് പറഞ്ഞാൽ അത്, ദാറ്റ്, ദാറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ മീനിങ്. ഉസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്. ഫുൻഗി എന്ന് പറഞ്ഞാൽ മരക്കൊമ്പിന്റെ അറ്റം. പർ, അതിലേക്ക്, അതായത് ഈ മരക്കൊമ്പിൽ നിന്ന് ആ മരക്കൊമ്പിലേക്ക്. ഉടുക്കർ, ഉടുക്കർ എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക, ഉടുക്കർ, പറക്കുക. ജാനെ വാലി, ജാനെ വാലി എന്ന് പറഞ്ഞാൽ പോകുന്ന, ജാന എന്ന് പറഞ്ഞാൽ പോകുക. ചിടിയ, പക്ഷി. അപ്പൊ ഇത് പഠിച്ചല്ലോ. ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉടുക്കർ ജാനെ വാലി ചിടിയ. ഈ കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ഓക്കെ, നമുക്ക് അടുത്ത 2 വരി നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത 2 വരി വായിച്ചു നോക്കാം. ഇൻ പത്തോമേ, പത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? പത്ത. ഇവിടെ താ ഉണ്ട്, 2 തായുണ്ട്. ത, പത്ത. പത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇല എന്നാണ് അർത്ഥം. ഓക്കെ, ഇല, ലീഫ്. അപ്പൊ ഇൻ പത്തോമേ എന്ന് പറഞ്ഞാൽ ഈ ഇലകളിലും, ഉൻ എന്ന് പറഞ്ഞാല് ആ ഇലകളിലും. ഉൻ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ദാറ്റ് എന്നുള്ള ടൈപ്പാണ്. ഇൻ ഉൻ പത്തോമേ, ഈ ഇലകളിലും ആ ഇലകളിലും. ചിപ്കർ, ചിപ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ചിപ്കർ, ചിപ്പ്. ഇതാണ് ചായാണ്. നമ്മൾ ചിടിയ ഒരു ചായാണ്, ഇത് ഈ ചായാണ്. ഇത് വേറെ, നമ്മൾ ചാന എന്ന് പറഞ്ഞാൽ ഇത് വേറെ ചാന. ഇപ്പൊ ചിപ്കർ എന്ന് പറയുമ്പോ ചി, പിന്നെ പ, ചിപ്പ്, പിന്നെ ക, ചിപ്കർ. എന്താ ചിപ്കർ എന്ന് പറഞ്ഞാല്? ഒളിച്ചിരിക്കുക, ഒളിച്ചിരിക്കുക. ചിപ്കർ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുക. ഒളിച്ചിരിക്കുക, മറിഞ്ഞിരിക്കുക എന്നുള്ള അർത്ഥമാണ് ചിപ്കർ എന്ന് പറഞ്ഞാല്. ചിപ്കർ. ഗാന, ഗാന നമ്മൾ നേരത്തെ പറഞ്ഞു, പാട്ട് പാടുന്ന അല്ലെ. ഗാനവാലി എന്ന് പറയുന്ന പാടുന്ന ചിടിയ, പക്ഷി. അപ്പോൾ ഈ പക്ഷിയെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഈ 4 വരികളിൽ പറഞ്ഞിരിക്കുന്നത്? ഇസ് ഫുൻഗി, ഈ ഫുൻഗി എന്നുള്ള പുതിയൊരു വേർഡാണ്. അതെന്താണ്? മരച്ചില്ല, കൊമ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഉസ് ഫുൻഗി പർ, ഈ മരക്കൊമ്പിൽ നിന്ന് ആ മരക്കൊമ്പിലേക്ക്. ഉടുക്കർ ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. ഉടുക്കർ എന്ന് പറഞ്ഞാല് പറക്കുക. ഓക്കെ, ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനെ വാലി ചിടിയ. ആ ഇലകളിലും ഈ ഇലകളിലും എങ്ങനെയാണ് പാടുന്നത്? ആ മറഞ്ഞിരുന്ന്, ആരും കാണാണ്ട്. ചിക്കർ എന്ന് പറഞ്ഞാൽ ആരും കാണാതെ, ആരും കാണാതെ മറഞ്ഞിരുന്ന് പാടുന്ന പക്ഷി. ഓക്കെ, ഇനി നമുക്ക് ഓരോ അർത്ഥം നോക്കിയാലോ. ഇൻ ഇസ് ഫുൻഗി സെ ഉസ് ഫുൻഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, ഈ കൊമ്പത്ത് നിന്ന് ആ കൊമ്പത്തേക്ക് പറന്നു പോകുന്ന പക്ഷി. ഇൻ പത്തോമേ ഉൻ പത്തോമേ ചിപ്കർ ഗാനെ വാലി ചിടിയ, ഈ ഇലകൾക്കിടയിലും ആ ഇലകൾക്കിടയിലും ഒളിച്ചിരുന്ന്, മറഞ്ഞിരുന്ന് പാട്ട് പാടുന്ന പക്ഷി. ഇനി ഓരോന്നിന്റെ അർത്ഥം നോക്കിയാലോ. ഇസ് എന്ന് പറഞ്ഞാല് ഈ, ഫുൻഗി എന്ന് പറഞ്ഞാൽ എന്താ? മരക്കൊമ്പിന്റെ അറ്റം. സേ എന്ന് പറഞ്ഞാല് മരക്കൊമ്പിന്റെ അറ്റത്ത് നിന്നും. പ്രിപ്പോസിഷൻ പറയില്ല, അതാണ് സേ. ഉസ് എന്ന് പറഞ്ഞാൽ ആ, ഫുൻഗി എന്ന് പറഞ്ഞാൽ മരക്കൊമ്പിന്റെ അറ്റം, പർ അറ്റത്തിലേക്ക് എന്നുള്ള അർത്ഥമാണ്, മരക്കൊമ്പിന്റെ അറ്റത്തിലേക്ക്. ഉഡ്കർ എന്ന് പറഞ്ഞാൽ പറന്ന്,
ജാനേ വാലി എന്ന് പറഞ്ഞാല് പോകുന്ന, ജാനേ വാലി ചിടിയ എന്ന് പറഞ്ഞാല് പോകുന്ന പക്ഷി. അപ്പൊ നമ്മൾ 4 വരി നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചല്ലോ. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. കൂടെ വായിക്കാൻ ശ്രമിക്കുക. इस फुनगी से उस फुनगी पर उड़कर जाने वाली चिड़िया, इन पत्तों में उन पत्तों में चिपकर गाने वाली चिड़िया. നെക്സ്റ്റ് എന്താണ്? പർ ഫഡ് കാക്കർ. ഫ എഴുതുക ഇങ്ങനെയാണ്, ഫ ഫഡ് കാക്കർ. ഓക്കെ. पर फटकाकर नीचे आकर दाना खाने वाली चिड़िया, दाना खाकर पर फटकाकर जड़ उड़ जाने वाली चिड़िया. നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. पर फटकाकर नीचे आकर. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? पर फटकाकर എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകടിച്ചുകൊണ്ട്. പറന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകാണ്. ചിറകടിച്ചുകൊണ്ട്. നീച്ചെ, നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ. നീച്ചെ ആക്കർ. അപ്പം പർ ഫഡ്കാക്കർ നീച്ചെ ആക്കർ, ചിറകുകൾ കൊണ്ട്, ചിറകടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി എന്താ ചെയ്യുന്നത്? ദാന. ദാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാന, ദാന, ദാന. ദാ കണ്ടല്ലോ, ദാ ഇങ്ങനെയാണ് എഴുതുക, ദാ ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ ദാന, ദാന എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യം അല്ലെ, അരിമണികൾ. ഖാന എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭക്ഷണം കഴിക്കുക. അപ്പൊ ഈ ഖാന നേരത്തെ നമ്മളൊരു ഗാന പഠിച്ചു. അതെന്തായിരുന്നു? അത് ഇതായിരുന്നു, ഗാന, പാട്ട് പാടുന്നതാണ്. ഇത് ഈ ഗാന. അപ്പോൾ ഇതെന്താണ്? ഭക്ഷണം കഴിക്കുക എന്നാണ് ഇതിനർത്ഥം. ഓക്കെ. ദാന കാനെ വാലി ചിടിയ. അപ്പൊ ചിറകുകൾ അടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങിയിട്ട് എന്താ ചെയ്യുന്നത്? ദാന, ധാന്യം, ഖാനെ വാലി, ധാന്യം തിന്നുകയാണ്. ദാന കാക്കർ പർ ഫഡ്കാക്കർ, ദാന കാക്കർ പർ ഫഡ്കാക്കർ. അപ്പം ഇതിൻ്റെയൊക്കെ മീനിങ് നമുക്കറിയാം. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം, ഖാക്കർ, ഖാക്കർ എന്ന് പറഞ്ഞാൽ തിന്നുക, പർ ഫഡ്കാക്കർ എന്ന് പറഞ്ഞാൽ ചിറകടിച്ചുകൊണ്ട്. ജഡ്, ജഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. ഇത് ജാണ്, വേറൊരു ജാണ്, ചാ ചാ ജാ എന്നുള്ള. ജഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. എന്താണ്? പെട്ടെന്ന്. ഉഡ് ജാനെ വാലി ചെടി, പെട്ടെന്ന് പറക്കുന്ന, പെട്ടെന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയ ഉടനെ വീണ്ടും ചാടിക്കൊണ്ട് പറന്നു പോകുന്ന ചിടിയാണ് ഇവൾ എന്നാണ് പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. पर फटकाकर नीचे आकर दाना खाने वाली चिड़िया. 2 ലൈനാണ്. पर फटकाकर नीचे आकर दाना खाने वाली चिड़िया, ചിറകടിച്ച് താഴേക്ക് വന്ന് ധാന്യം തിന്നുന്ന പക്ഷി. അതാണ് ആ മീനിങ്. ഇനി അടുത്ത 2 ലൈൻ എന്താണ്? ദാന കാക്കർ, തീറ്റ തിന്നതിന് ശേഷം, ഫർ ഫഡ്കാക്കർ, ചിറകടിച്ചുകൊണ്ട്, ചട്, ചട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഒരു ജാനെ വാലി ചിടിയ, പറന്നു പോകുന്ന പക്ഷി. നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പർ, പർ എന്ന് പറഞ്ഞാൽ ചിറകാണ്. പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറക്. ഫഡ്കാക്കർ എന്ന് പറഞ്ഞാൽ ചിറകടിക്കുക. നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താ? താഴെ. നീച്ചെ, നീച്ചെ എങ്ങനെ എഴുതുക? നീച്ചെ, നീച്ചെ, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. ഇത് ഞാ, ഇത് ച അല്ലേ? നീച്ചെ. ഓക്കെ. ഇനി ആക്കർ, 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 ആക്കർ എന്ന് പറഞ്ഞാൽ വരിക. ഇനി അടുത്തത് ദാന, ദാന, ദാന അല്ലേ? അപ്പം ദാന. ഓക്കെ. ദാന എന്ന് പറഞ്ഞാൽ തീറ്റ. ഖാനെ വാലി എന്ന് പറഞ്ഞാൽ തിന്നുന്ന. ചിടിയ നമുക്കറിയാമല്ലോ, ചെറിയ എഴുതാൻ അറിയാത്തവരാരും ഉണ്ടാവില്ലേ?
ചിടിയ. കാക്കർ തിന്ന ശേഷം ചെഡ്. ചെഡ് എങ്ങനെ എഴുതാ? ജഡ് എങ്ങനെ എഴുതാ? ഇങ്ങനെയാണ് ച എഴുതുക അല്ലേ? ചഡ്. ചഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, വേഗത്തിൽ എന്ന് പറഞ്ഞാൽ. ഉഡ്ജാനെ വാലി എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്ന. അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കൊന്നും കൂടി നോക്കാം. പർ ഫട്കാക്കർ നീച്ചെ ആക്കർ. പർ ഫട്കാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? പർ എന്ന് പറഞ്ഞാൽ എന്താ? ചിറക്. ചിറകടിച്ചുകൊണ്ട് താഴെ ഇറങ്ങി വരുന്ന ധാന ഖാനെ വാലി ചിടിയ. ധാന്യം തിന്നുന്ന പക്ഷി. ധാന കാക്കർ പർ ഫട്കാക്കർ. ഭക്ഷണം തിന്നതിന് ശേഷം, ധാന്യം തിന്നതിന് ശേഷം ചഡ് ഉഡ് ജാനെ വാലി ചിടിയ. ചഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്? പെട്ടെന്ന്. പെട്ടെന്ന് പറക്കുന്ന പക്ഷി. ഓക്കെ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. ഇസ് എന്ന് പറഞ്ഞാൽ ഈ, ഇത്, ദിസ് എന്നുള്ള അർത്ഥമാണ്. ഇസ് ഡാലി. ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പാണ്. ഡാലി. ഓക്കെ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. ഈ കൊമ്പിന്ന് മറ്റേ കൊമ്പിലേക്ക്. ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. ഉഡ് ജാനെ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്ന പക്ഷി. ഓക്കെ. ഉഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്നു പോകും. ഉഡ് ജാനെ വാലി പക്ഷി. ലാക്ക് ബുലായെ ലേക്കിൻ മേരെ. ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷം. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം. ലാക്ക് ബുലാവും, ലക്ഷം പ്രാവശ്യം വിളിച്ചാലും. ലേക്കിൻ മേരെ, എന്നാൽ എൻ്റെ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ. എഴുതി കി, ലേക്കിൻ എന്നാൽ. മേരെ പാസ് ആനെ വാലി ചിടിയ, എന്നാൽ എൻ്റെ അടുത്ത് വരാത്ത പക്ഷി. പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്. പാസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നോ, ഇല്ല, അടുത്ത് വരാത്ത. ഓക്കെ. പിന്നെ അടുത്ത 4 ലൈന് നമ്മൾ ആദ്യം പഠിച്ച നീലെ ആസ്മാൻ സെ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ. ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. അത് നമ്മുടെ ഫസ്റ്റ് പഠിച്ച 4 ലൈൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഓക്കെ. ഇസ് എന്ന് പറഞ്ഞാൽ ഈ. ഡാലീസെ കൊമ്പിൽ നിന്നും. ഉസ് ഡാലി പർ ആ കൊമ്പിലേക്ക്. ഉഡ് പറന്ന്. ജാനെ വാലി ചിടിയ പോകുന്ന പക്ഷി. ജാനെ വാലി എന്ന് പറഞ്ഞാൽ, ജാന എന്ന് പറഞ്ഞാൽ പോവുക, ചിടിയ പക്ഷി. അപ്പൊ ഇസ് ഡാലീസെ ഉസ് ഡാലി പർ ഉഡ് ജാനെ വാലി ചിടിയ. ഓക്കെ. ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലാക്ക് ബുലാവും ലേക്ക് മേരെ പാസ് ആനെ വാലി ചിടിയ. ലാക്ക് ബുലായം. ലാക്ക് ബുലാവ് എന്ന് പറഞ്ഞാൽ ലക്ഷം വട്ടം, അല്ലെങ്കിൽ എത്ര തവണ. ബുലാവും വിളിച്ചാലും. ബുലാവും എന്ന് പറഞ്ഞാൽ വിളിച്ചാലും. ലേക്കിൻ മേരെ എന്നാൽ എൻ്റെ പാസ് ആനെ എൻ്റെ അടുക്കലേക്ക് വരാത്ത പക്ഷി. ഇതാണ് ഈ ഒരു 4 വരിയുടെ അർത്ഥം. ഇനി ഓരോ വേർഡുകളായിട്ട് നമുക്ക് നോക്കാം. ഇസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈ, ഇത് എന്നുള്ള അർത്ഥം. ദിസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മീനിങ് ഇസ്. ഓക്കെ. ഇങ്ങനെയാണ് എഴുതുക. പിന്നെ അടുത്തത് ഡാലി. ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ല, മരക്കൊമ്പ്. ഡാലി എന്ന് പറഞ്ഞാൽ എന്താ? മരക്കൊമ്പ്. മരക്കൊമ്പിൽ നിന്നും. ഡാലീസെ എന്ന് പറഞ്ഞാൽ മരക്കൊമ്പിൽ നിന്നും. ഉസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്, അത് എന്നുള്ള അർത്ഥമാണ്. ഉസ്. പർ എന്ന് പറഞ്ഞാൽ മേൽ. ഉഡ് എന്ന് പറഞ്ഞാൽ എന്താ? പറന്ന്. ജാനവാലി പോകുന്ന. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം. ഇവിടെ അർത്ഥാക്കുന്ന എത്ര വിളിച്ചാലും അടുത്തേക്ക് വരാത്ത എന്നുള്ള രീതിയിലാണ്. ഓക്കെ. ബുലാവു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചാലും. ലേക്കിൻ എങ്കിലും, പക്ഷേ. മേരെ എൻ്റെ, പാസ് അടുത്ത്, ആനെ വാലി എന്ന് പറഞ്ഞാൽ വരാത്തത്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന്റെ എല്ലാ വരികളുടെയും വിശദമായ അർത്ഥം നമ്മൾ പഠിച്ചു.
ഇനി നമുക്ക് ഇത് ഒരൊറ്റ വീഡിയോയിൽ അടുത്തതായിട്ട് കാണാം. ഓക്കെ. ഇനി ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ. ഓക്കെ.